പാട്ടും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പെട്ടെന്ന് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ്. എനിക്ക് നോ പറയാനാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഞാനൊരു ബിസിനസ്സിലൊക്കെ പോയി പെട്ടാൽ എപ്പോൾ കൂട്ടിയും ചോദിച്ചാൽ മതി. അതുകൊണ്ട് അതൊരു ബിസിനസ്സിലോട്ടൊന്നും പോകുന്നില്ല. ഓഡിയോയുടെ അതെൻ്റെ പാഷനായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം കൂടെ കൊണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഉണ്ട്, ഒരു ഓഡിയോ ലേബലും. അതിനുണ്ട് റെഡ് എഫിൻ്റെ റെഡ് ശക്തി പുരസ്കാര ഗാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ച ആദ്യം എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഒരു വനിതാ സംരംഭകയുടെ പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിമൻ ഓൺട്രപ്രണേഴ്സിന് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഫാമിലി സപ്പോർട്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റി. സ്ത്രീകൾക്ക് കുടുംബത്തിനെ ഒഴിവാക്കി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ആ ഉത്തരവാദിത്വവും എടുത്തുകൊണ്ട് ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിൽ അവരുടേതായിട്ടൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എത്രമാത്രം പാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് മുൻനിരയിലെത്തിയ എല്ലാ വനിതാ സംരംഭകർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ആദ്യം പറയുന്നു. ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ മികവ് തെളിയിച്ചു കഴിഞ്ഞൊരു സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. ഒരു സ്ത്രീ ആയിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സന്തോഷമാണ്. ചേച്ചിക്ക് ആരാണ് ആ ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്? ചേച്ചിയുടെ ലൈഫിലെ ശക്തിയാണ്? തീർച്ചയായിട്ടും ആദ്യം എല്ലാം തുടക്കം നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ. എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. പിന്നെ അതുപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ് എൻ്റെ ചേച്ചി. പിന്നെ എൻ്റെ ഗുരുക്കന്മാർ. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ മുതൽ ഞാൻ അതിന് മുമ്പ് ജനിക്കുമ്പോൾ മുതൽ കേട്ട് തുടങ്ങിയ പാട്ടുകളെല്ലാം നമ്മുടെ സീനിയർ സിംഗേഴ്സ് ജാനകിയമ്മ, സുശീല, അവരുടെയൊക്കെയാണ്. അവരെല്ലാവരും എനിക്ക് ഇൻസ്പിറേഷൻ. ഇപ്പോൾ സ്ത്രീ സംരംഭകരെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണല്ലോ. എല്ലാ സെലിബ്രിറ്റീസും എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നുണ്ട്. ചേച്ചി എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സംരംഭം, എൻ്റെ പേരിലൊരു സംരംഭം എപ്പോഴെങ്കിലും അവരെ